ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ വാനത്തെ വിരിപ്പോ. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ വാനത്തെ വിരിപ്പോ. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു, അഗ്നിജ്വാലയെ തന്റെ സേവകരായും. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു, അഗ്നിജ്വാലയെ തന്റെ സേവകരായും. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ, എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ, എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. പിടിച്ചും മാറത്തു പൊൻകച്ചയണിഞ്ഞവനായി 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും. അവൻ മൊഴി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും കണ്ണുകളോ
അഗ്നിജ്വാലയ്ക്കൊത്തതും അവൻ മുടി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും കണ്ണുകളോ അഗ്നിജ്വാലയ്ക്കൊത്തതും എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എൻ മനമെന്നും വാഴ്ത്തിയിടുമേ സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ എൻ മനമെന്നും വാഴ്ത്തിയിടുമേ സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ സർവമഹത്വത്തിനും യോഗ്യനവൻ യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം സർവമഹത്വത്തിനും യോഗ്യനവൻ യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം ഗലാത്യ ലേഖനം എന്നുള്ളതാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താണ്? നമുക്ക് വായിച്ചു കേൾക്കാം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയെ അപ്പോസ്തലൻ വിളിക്കുന്ന പേരാണ് ദൈവത്തെ അറിയാവുന്ന ജനം. ദൈവത്തെ നേരിട്ടറിയാവുന്ന ജനം. ദൈവത്തെ അവർക്ക് നേരിട്ടറിയാം. ദൈവത്തിൻ്റെ സ്വഭാവം അവർക്കറിയാം. ദൈവത്തിൻ്റെ ഹിതം അവർക്കറിയാം. ദൈവത്തിൻ്റെ ആലോചന അവർക്കറിയാം. ആ ദൈവത്തോടു കൂടെ എങ്ങനെ നടക്കണമെന്ന് അവർക്കറിയാം. ആ ദൈവത്തെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തെ അറിഞ്ഞും ശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഇനിയും ആദ്യ പാഠങ്ങളിലേക്ക് പോകരുതെന്നെല്ലാം പറയും. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവത്തെ അറിയുക. ദൈവമക്കളെ, എപ്പോഴാണ് നാം ദൈവത്തെ അറിയാൻ തുടങ്ങുക? എപ്പോഴാണ് ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങുക? സങ്കല്പത്തിൽ ഒരു ദൈവമുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് വേദപുസ്തകമുണ്ടെന്ന് എനിക്കറിയാം, ക്രിസ്തു ഉണ്ടെന്ന് എനിക്കറിയാം, മാലാഖമാരുണ്ടെന്നറിയാം, സ്വർഗമുണ്ടെന്നൊക്കെല്ലാം കേട്ടിട്ടുണ്ട്. കർത്താവ് രണ്ടാമത് വരുമെന്നെല്ലാം പറഞ്ഞ് പള്ളിയിൽ ആരാധനയ്ക്ക് കുർബാനയുടെ അവസാനം കാസായും പിലാസായും എടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണെന്നെല്ലാം സങ്കല്പങ്ങൾ നമ്മൾക്കുണ്ട്. പക്ഷേ ദൈവത്തെ അറിയാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. എനിക്ക് മനസാന്തരം വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവം അറിയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്വഭാവം അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ എല്ലാ പ്രവൃത്തിയും ദൈവം ഇഷ്ടപ്പെടില്ല. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളത് മാത്രമല്ല, എൻ്റെ എല്ലാ പ്രവൃത്തിയും, എൻ്റെ എല്ലാ വാക്കും, എൻ്റെ എല്ലാ ചിന്തകളും, എൻ്റെ എല്ലാ നിരൂപണവും ദൈവം അംഗീകരിക്കില്ല. അതൊന്നും ദൈവത്തിന് മുമ്പാകെ വിലപ്പോവില്ല. അതിനൊന്നും ദൈവത്തിന് മുമ്പാകെ വിലയില്ല. ഇത് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അതാണ് ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങി എന്ന് പറയുന്നത്. ദൈവമക്കളെ, ദൈവത്തെ അറിയുക, ഇതാണ് വാസ്തവത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. അവിടെ ഒരു ബന്ധം സ്ഥാപിച്ചു. നാം സ്വർഗസ്വനായ പിതാവേ എന്ന് കാണാതെ പഠിച്ചു നാം പറയുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ എത്ര പേര് ആ പിതാവും മകനും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്? ആ ബന്ധം നാം സ്ഥാപിച്ചിട്ടുണ്ടോ? ആ ബന്ധം സ്ഥാപിക്കാതെയാണ് നാം കാണാതെ പഠിച്ച് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടു പോകുന്നത്. നാം ആ ബന്ധമാണ് സ്ഥാപിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാവരും വായിക്കുന്നത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷമാണ് വേദപുസ്തകത്തിൽ ആദ്യന്തനമായിട്ട് തന്നെ വായിക്കേണ്ട പുസ്തകമെന്ന് പറയാം. കാരണം അതിനകത്താണ് വായിക്കുമ്പോഴാണ്
ഈ യേശു, കർത്താവായ യേശു, അവൻ ആരാണെന്നും അവൻ്റെ പ്രവൃത്തി എന്താണെന്നും അവൻ ചെയ്തതെന്താണെന്നെല്ലാം ആ സ്വർഗീയമായ ഭാഷയിൽ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം ആദ്യമായി വായിക്കുന്നവർ യോഹന്നാന്റെ സുവിശേഷം വായിച്ച് തുടങ്ങുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ 3-ാം അധ്യായം, അതിൽ ആദ്യം പഠിപ്പിക്കുന്ന വിഷയം എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുക. ദൈവമക്കളെ, എങ്ങനെയാണ് വീണ്ടും ജനനം നടക്കുക? ആരാണ് വീണ്ടും ജനനം തരുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തെ അറിയുന്നവനായി വീണ്ടും ജനിക്കുന്നത്? എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഞാനൊരു ദൈവവേദലായി തീരുന്നത്? ഇത് നമ്മുടെ കരുണയുള്ള കർത്താവ് അന്നത്തെ പരീക്ഷ പ്രമാണിയായ നീക്കോദീമോസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നീക്കോദീമോസ് ഒരു ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഉപദേശം അവന് കേൾക്കാൻ സാധിച്ചു. പെട്ടെന്നൊന്നും മാറിയില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം കഴിയുമ്പോൾ നാം ഈ നീക്കോദീമോസിനെ കാണുന്നുണ്ട്. ദൈവമക്കളെ, സത്യം അറിയുന്നതൊരു ഭാഗ്യമാണ്. സത്യം അറിയുന്നതാണ് ഒരു ഭാഗ്യം. നീക്കോദീമോസിനാണ് ആ ഭാഗ്യം ലഭിച്ചത്. അവൻ ചോദിച്ചിട്ടല്ല, യേശു പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് വീണ്ടും ജനനം നടക്കുന്നതെന്ന്. അവൻ ആവശ്യക്കാരനായി ചോദിച്ചില്ല, യേശുവിനോട് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് ചോദിച്ചില്ല. പക്ഷേ അവൻ്റെ ഹൃദയം അറിയുന്ന ദൈവം അവന് വീണ്ടും ജനനം എങ്ങനെയാണെന്നും അതെന്താണെന്നും സവിസ്തരമായിട്ട് പറഞ്ഞു കൊടുത്തു. ദൈവമക്കളെ, ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു ഞാൻ ചോദിച്ചിട്ടല്ല എനിക്ക് വീണ്ടും ജനനം തന്നത്. എൻ്റെ ഹൃദയം അറിയുന്ന കർത്താവ് ആ അനുഭവം എനിക്ക് തരികയാണ് ചെയ്തത് എൻ്റെ 35-ാമത്തെ വയസ്സിൽ. ആ അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ ആ വീണ്ടും ജനനത്തിലാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അതെൻ്റെ ഹൃദയമറിയുന്ന ദൈവം എനിക്ക് തരികയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണം. കാരണം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് മാത്രമേ നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നിടത്താണ് വീണ്ടും ജനനം നടക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ട് ഇവിടെ വീണ്ടും ജനനം നടക്കും. നിങ്ങൾ ആഗ്രഹത്തോടെ ഇരുന്നാൽ മാത്രം മതി. കർത്താവേ, ആ ഒരു അനുഭവം എനിക്ക് തരണമേ എന്നുള്ളതായ കൊതിയോടുകൂടെ നിങ്ങൾ ഇരുന്നാൽ പരിശുദ്ധാത്മാവാണ് ആ അനുഭവം തരുന്നത്. പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റിയെടുക്കുന്ന ഒരു അനുഭവമാണത്. ഒരു മാറ്റം ആരംഭിക്കുകയാണ്. അത് ആത്മാവ് ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു ദേവാലയം, പള്ളി ചെയ്യുന്ന കാര്യമല്ല, ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമല്ല, ഒരു പ്രസ്ഥാനം ചെയ്യുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ഒരത്ഭുത പ്രക്രിയയാണ് അവന് മാനസാന്തരം അഥവാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ഹൃദയം മാറിയത്. ആ വീണ്ടും ജനനം നടക്കുന്ന ആ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്തൊരു മാറ്റം! പഴയതുപോലെയുള്ള ചിന്തകളില്ല, തോന്നലുകളില്ല, ആസക്തികളില്ല. പ്രിയപ്പെട്ടവരെ, അതുവരെ ഉണ്ടായിരുന്നതുപോലെയുള്ള ആ മനോഭാവമില്ല, ആ ഭയമില്ല, ആ നിരാശയില്ല, ആ വെറുപ്പില്ല, ഭാര്യയോടുമില്ല, ആരോടുമില്ല. ആ വീണ്ടും ജനനം നടന്ന അനുഭവം ഞാൻ ഓർക്കുക. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് വിളിച്ച ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ അത് അനുഭവിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, നിങ്ങളും വിളിക്കൂ. ആ നല്ലവനായ യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിക്കൂ. നിങ്ങൾക്കറിയാം ആ അനുഭവം നിങ്ങളിൽ ആരംഭിച്ചത്, നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ ആ പ്രകൃതം മാറുന്നത്. ആ വീണ്ടും ജനനം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്തു. ദൈവമക്കളെ, നാം കൊതിക്കണം. വാസ്തവത്തിൽ ഒരു അന്ധനായൊരു വ്യക്തിയുടെ ആഗ്രഹം എന്താ? ആരെങ്കിലും എൻ്റെ കയ്യെ പിടിച്ചെന്നെ നടത്തിക്കൊണ്ട് നടക്കണമെന്നാണോ ആഗ്രഹം? ഒരിക്കലുമല്ല. ഒരു അന്ധനായ വ്യക്തിയുടെ ആഗ്രഹം എനിക്ക് തന്നെത്താനെ കാഴ്ചയുള്ളവനാകണം, തന്നെത്താനെ നടക്കണമെന്നാണ്. അതുപോലെ നമ്മുടെയും ആഗ്രഹം അതായി മാറണം. എനിക്ക് തന്നെത്താൻ യേശുവിനോട് പ്രാർത്ഥിക്കണം. എനിക്ക് തന്നെത്താൻ യേശുവിനോട് സമർപ്പണം പറയണം. എനിക്ക് തന്നെത്താൻ യേശുവിനോട് ചേർന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അത് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്,
ഒരന്ധൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്തിയുമായുടെ ആഗ്രഹം എന്താ? എനിക്ക് കണ്ണുകാഴ്ച വേണം. അന്ധനായ ഏതോ ഒരു വ്യക്തിയുടെയും ആഗ്രഹം അത്രയേ ഉള്ളൂ. ആരെങ്കിലും എൻ്റെ കയ്യെ പിടിച്ച് എന്നെ കൊണ്ടുനടക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്, അവർക്ക് തന്നെത്താൻ കാഴ്ചയുണ്ടാകണം. ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കൊരു ആത്മീയ വെളിച്ചം വേണം. എനിക്ക് തന്നെത്താൻ യേശുവിനെ ഒന്ന് പിടിക്കണം. എനിക്ക് യേശുവിനെ ഒന്ന് അറിയണം. എനിക്ക് യേശുവിനോട് ചേർന്നൊന്ന് നടക്കണം. എനിക്ക് യേശുവിനോട് എൻ്റെ ഹൃദയം പകരണം. ഈ നല്ലവനായ യേശുവിൻ്റെ തിരുരക്തം എൻ്റെ മേലൊന്ന് പതിയണം. അവൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര എനിക്കൊന്ന് കിട്ടണം. അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വരണം. ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ പാർപ്പിടം കണ്ടെത്തുന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയം അതിന് പാർപ്പിടമായി കണ്ടെത്തണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവേകത്തിൻ്റെ ആത്മാവാണ്. അത് എവിടെ പാർക്കണമെന്ന് അത് തന്നെയാണ് കണ്ടെത്തുന്നത്. ആത്മാവാണ് കണ്ടെത്തുന്നത് ഏത് വ്യക്തിയുടെ ഹൃദയത്തിലാണ് പാർക്കേണ്ടതെന്ന്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ചാരത്തോടെ നടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പ്രാവിനെ ഒരു ഇടമന്വേഷിച്ചുകൊണ്ടാണ് ആ പ്രാവ് പറക്കുന്നത്. ആ പ്രാവിൻ്റെ ആഗ്രഹം, എനിക്കൊരു പാർപ്പിടം വേണം, എനിക്കൊരു പാർപ്പിടം വേണം. അത് ഇന്ന വ്യക്തിയുടെ പാർപ്പിടം ആത്മാവാണ് കണ്ടെത്തുന്നത്. നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരികയാണ്. ആ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിക്കും. ദൈവമക്കളെ, നിങ്ങളുടെ അന്ധകാരം മാറും, നിങ്ങളുടെ മ്ലാനത മാറും, നിങ്ങളുടെ കുടുംബത്തിലെ ആ വിഷയങ്ങൾ മാറും. എന്നോട് പരീക്ഷയുടെ കാര്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കൂ. ആത്മാവാണ് വിവേകത്തിൻ്റെ ആത്മാവ്, ആത്മാവാണ് ബുദ്ധി തരുന്ന ആത്മാവ്, ആത്മാവാണ് ഷാർപ്പ് ഇൻ്റലക്ട് തരുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവാണ് പരിജ്ഞാനം തരുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവാണ് ബുദ്ധിയെ തുറന്നു തരുന്ന ആത്മാവ്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ആത്മാവ് കടന്നു വരുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങളുടെ ബുദ്ധിയിൽ വെളിച്ചമുണ്ടാകും. ഒരു സാമാന്യ വെളിച്ചം കൊണ്ട് നമ്മൾ അനേകർ കടന്നു പോവുകയാണ്. ഈ സാമാന്യ വെളിച്ചം കൊണ്ട് നമുക്ക് ജീവനുള്ള ദൈവത്തോട് ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. ദൈവമക്കളെ, അതുകൊണ്ട് ഒരു സാധാരണ ക്രൈസ്തവൻ്റെ ഒരു വെളിച്ചത്തിൽ എനിക്ക് പോയാൽ പോരാ. എനിക്ക് ആഴമായ, എനിക്ക് വാസ്തവമായ കണ്ണുകാഴ്ച വേണം. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം എനിക്ക് വേണം. ആ വെളിവൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കൂ. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കൂ. ആത്മാവ് നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. ആത്മാവ് നിങ്ങൾക്ക് കഴിവ് തരും. പരീക്ഷ എഴുതുമ്പോൾ വെളിവ് തരും. ചോദിക്കേണ്ട ഉത്തരം എഴുതിത്തരും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നീ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും നീ തന്നെ ഉത്തരം പറയുകയും ചെയ്യണം, നീ തന്നെ ഉത്തരം എഴുതുകയും ചെയ്യണം. അതൊരു അത്ഭുതമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, നീ എന്നോട് ചോദ്യം ചോദിക്കണം, എന്നിട്ട് നീ തന്നെ ഉത്തരം പറയണം. എനിക്കൊന്നും പറയാൻ അറിയാൻ മേല. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ബലഹീനതയാണ് ബലമെന്ന് പറയുന്നത്. എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു എന്ന് പറയുന്നത്, എൻ്റെ ബലഹീനതയാണ് എൻ്റെ ബലമെന്ന് പറയുന്നത്. എനിക്കറിയാൻ മേല, കർത്താവേ, നീ തന്നെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, എല്ലാം നിർവഹിക്കുന്ന ദൈവം, അവൻ നമ്മുടെ ചാരത്തുണ്ട്. അവനോട് നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയൂ, കർത്താവേ, എനിക്ക് വേണ്ടി ചിലതെല്ലാം നിവർത്തിയാക്കി തരണം, എനിക്ക് വേണ്ടി ചിലതെല്ലാം സാധ്യമാക്കി തരണം, എനിക്ക് വേണ്ടി ചിലതെല്ലാം നീ ഒന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് തരണം. ആ നല്ലവനായ യേശു നിങ്ങൾക്ക് ജീവൻ തരട്ടെ, വീണ്ടും ജനനം തരട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം നിത്യതയുടെ ആത്മാവിനെ നിക്ഷേപിക്കുന്ന സമയമാണ് ഒരു മനുഷ്യൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ വീണ്ടും ജനനം നടക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് നിത്യതയിലേക്കുള്ളതായ ആ മുദ്ര നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിയുന്നത്. ആ ആത്മാവിൻ്റെ മുദ്ര നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്ന ആ നിമിഷമാണ് നിങ്ങളുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ അവനിവിടെ ജനിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഒരു വീണ്ടും ജനനത്തിൻ്റെ ആത്മവ്യാപാരം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെല്ലാം ഇതുവരെ വീണ്ടും ജനിക്കാത്തവർക്ക്, കർത്താവേ, എനിക്കിവിടെ ജനിക്കണം, എനിക്കിനി എൻ്റെ ഇഷ്ടം പോലെയല്ല, ഒരു വീണ്ടും ജനന അനുഭവം എനിക്ക് തരണം. എൻ്റെ പഴയ മനുഷ്യനായിട്ടല്ല, പഴയ ബുദ്ധിയോടെയല്ല, പഴയ കാഴ്ചപ്പാടോടെയല്ല, പഴയ വിദ്യാർത്ഥിയായിട്ടല്ല, പഴയ മന്ദബുദ്ധിയായിട്ടല്ല, പഴയ അന്ധബുദ്ധിയായിട്ടല്ല, ഒരു വെളിവുള്ളവനായി, ഒരു വെളിച്ചമുള്ളവനായി, ഒരു കൃപയുള്ളവനായി, ഒരു നിറവുള്ളവനായി, ഒരു പ്രത്യാശയുള്ളവനായി, ഒരു യേശുവുള്ളവനായി എനിക്ക് ഇവിടെ എഴുന്നേറ്റ് പോകാനായിട്ട് ജീവനുള്ള ദൈവമേ, എൻ്റെ മേൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് പറത്തി വിടണമേ. ഹല്ലേലൂയ. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പ്രാവ് പറന്നു വന്നതുപോലെ സ്വർഗത്തിൽ നിന്നുള്ളതായ പ്രാവ് നിങ്ങളുടെ തലമേൽ എൻ്റെ സഹോദരങ്ങളെ വന്ന് പറന്നിറങ്ങട്ടെ. ആത്മാവ് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിമണ്ഡലം മാറട്ടെ, നിങ്ങളുടെ മന്ദബുദ്ധി മാറട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പോലും ബുദ്ധിയുടെ പ്രകാശം ഉണ്ടാകട്ടെ. ജീവനുള്ള ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നല്ലവനായ യേശു ഇവിടെയുണ്ട്. ഒരു നല്ലവനായ യേശു ഇവിടെയുണ്ട്. ഒരു വീണ്ടും ജനന അനുഭവം
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തുടർന്ന് യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യമാണ്. അതിൻ്റെ 29-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 29-30 വാക്യം, 3-ാം അധ്യായം 29-30 വാക്യം. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ, അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമാണ് തുടർന്ന് നാം കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നാം 29-30 വാക്യം. എന്താണത്? എനിക്ക് ഇത്രയും അറിവേ ഉള്ളൂ, ഞാനോ കുറയണം, അവനോ വളരണം. എന്താണ് അതിൻ്റെ ആഗ്രഹം? ദൈവവേല ചെയ്യുന്നവൻ്റെയും ദൈവ ശുശ്രൂഷക്കാരൻ്റെയും, പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്നവർ മാത്രമാണോ ദൈവ ശുശ്രൂഷക്കാർ? നമ്മുടെ ബഹുമാന്യരായ പുരോഹിതന്മാർ ദൈവവേലക്കാരല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ദൈവവേലക്കാരല്ലേ? കസേര ക്രമീകരിക്കുന്നവർ, പന്തൽ കെട്ടുന്നവർ, ഓഡിറ്റോറിയം ക്രമീകരിക്കുന്നവർ, അടിച്ചു വാരുന്നവർ, ബാത്റൂം ക്ലീൻ ചെയ്യുന്നവർ, പാർക്കിങ്ങിന് നിൽക്കുന്നവർ, നിങ്ങളെല്ലാം ദൈവവേലക്കാരല്ലേ? തീർച്ചയായും അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ദൈവവേലക്കാർ തന്നെയാണ്. ഈ നിൽക്കുന്ന ഞാനും ബഹുമാന്യരായ അച്ഛന്മാരും ഇവിടെ ഇരിക്കുന്ന സകലരും ദൈവവേലക്കാരാണ്. വേല സ്ഥലങ്ങളിൽ വ്യത്യാസം കണ്ടേക്കാം, വേലയുടെ വലിപ്പത്തിലോ ചെറുപ്പത്തിലോ വ്യത്യാസം കണ്ടേക്കാം. അതല്ല വിഷയം. ദൈവവേലക്കാരൻ്റെ ആഗ്രഹം എന്തായിരിക്കണം? ഞാനോ കുറയണം, അവനോ വളരണം. ആര് കുറയണം? ഞാൻ കുറയണം. എല്ലാവരും യേശുവിനെ കാണണം. എല്ലാവരും യേശുവിനെ കാണണം. ആരും എന്നെ കാണരുത്, ആരും എന്നിൽ ആശ്രയിക്കാൻ ഇടവരരുത്, ആരും എന്നെ നോക്കാൻ ഇടവരരുത്. എല്ലാവരും യേശുവിനെ അറിയണം. പ്രിയപ്പെട്ടവരെ, ആരാധന നടത്തുന്ന ഒരു പുരോഹിതൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതായിരിക്കണം. ജനം യേശുവിനെ അറിയണം. യേശുവിനെ അറിയണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിയപ്പെട്ടവരെ, യേശു വിശുദ്ധനാണെന്ന് അറിഞ്ഞാൽ പോരാ, യേശു ക്രിസ്തുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ളതായ ഒരറിവ് ജനത്തിന് പകർന്നു കൊടുക്കണം. കർത്താവ് യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ളതായ ഒരാത്മബലം ജനത്തിന് പകർന്നു കൊടുക്കണം. ദൈവവേലക്കാരൻ്റെ ആഗ്രഹം അതായിരിക്കണം. ഞാനോ കുറയണം, അവനോ വളരണം. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ്? എൻ്റെ അറിവോ കഴിവോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മാനസാന്തരപ്പെട്ടത് ആരുടെയെങ്കിലും പ്രസംഗം കേട്ടിട്ടാണോ? അല്ല. പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവരുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ട് മാനസാന്തരപ്പെട്ടവരുണ്ട്. വിശുദ്ധ വേദപുസ്തകം വായിച്ച് മാനസാന്തരപ്പെട്ടവരുണ്ട്. ദൈവമക്കളെ, ഇതെല്ലാം ശ്രേഷ്ഠമായ അനുഭവമാണ്. എൻ്റെ അറിവോ കഴിവോ ഇതൊന്നുമല്ല വിഷയം. എന്താണ് വിഷയം? ഞാനോ കുറയണം. ദൈവത്തിന് സ്തോത്രം. ജനം കൂടി വരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം ദാഹമയക്കുന്നു, ദൈവരാജ്യം പടർന്നുകൊണ്ടിരിക്കുന്നു, ജനഹൃദയത്തിലേക്ക് ദൈവരാജ്യം കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് നമ്മുടെ കരുണയുള്ള കർത്താവ് അന്ന് പറഞ്ഞു. ദൈവമക്കളെ, അനേകരുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഇനി യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? 31-32 വാക്യം. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനാണ്, എൻ്റെ അറിവ് പരിമിതമാണ്. എന്നാൽ എന്നെ അയച്ച് യേശു, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. അവൻ സ്വർഗത്തിൽ കണ്ടതാണ് പ്രസംഗിക്കുന്നത്, സ്വർഗത്തിൽ കേട്ടതാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ചെറിയവൻ, ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനാണ്. ഞാൻ ഭൂമിയിൽ ദൈവം എനിക്ക് അറിവ് തന്ന അത്രയും മാത്രമേ ഞാൻ പ്രസംഗിക്കുന്നുള്ളൂ. അവനോ വലിയവൻ. എൻ്റെ അറിവ് പരിമിതമാണ്, എന്നാൽ യേശു വലിയവനാണ്. അവൻ്റെ അറിവ് സ്വർഗത്തിൻ്റെ അറിവാണത്. അവൻ കണ്ടതാണ് പ്രസംഗിക്കുന്നത്. അടുത്ത വാക്യം 33-34 വാക്യം. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം തൻ്റെ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് സ്വർഗമയച്ച് പറയുന്ന വചനം. നിങ്ങൾ വേദപുസ്തകമാണ് വായിക്കേണ്ടത്. നിങ്ങൾ വേദപുസ്തകം തന്നെ വായിക്കണം. ദൈവമക്കളെ, മറ്റു പുസ്തകങ്ങൾ വായിക്കരുതെന്നല്ല, ഞാനും വായിക്കാറുണ്ട്.
പക്ഷേ നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ അറിവാണ്, അത് സ്വർഗം കണ്ട വചനമാണ്, അത് സ്വർഗത്തിലെ അധികാരത്തിൻ്റെ വചനമാണ്, അത് സ്വർഗത്തിലെ ശക്തിയുള്ള വചനമാണ്, അത് സ്വർഗത്തിലെ ജീവനുള്ള വചനമാണ്. ആ വേദപുസ്തകത്തിൽ നിന്നുള്ളതായ ജീവൻ മറ്റൊരു രംഗത്ത് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവല്ല വേണ്ടത്, വേദപുസ്തകത്തിൽ നിന്നുള്ളതായ അറിവാണ് വേണ്ടത്. കാരണം അത് ദൈവം കൽപ്പിച്ചതാണ്, അത് ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിൻ്റെ മുദ്രയുള്ളതാണ്, അത് സ്വർഗത്തിൽ സ്ഥിരമായുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവവേലയ്ക്ക് പോകുന്നെങ്കിലും ജനത്തിന് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ വേദപുസ്തകം തന്നെ വായിക്കണം. പ്രസംഗം കേട്ടാൽ പോരാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം. ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾ ചെവി കൊണ്ടാണ് കേൾക്കുന്നത്, എന്നാൽ മറ്റൊരാൾ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെവിയിലേക്കാണ് വരുന്നത്, എന്നാൽ മറ്റൊരുത്തൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതോർത്താണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെവിയിലേക്കാണ്, എന്നാൽ ചെവിയല്ല, മറ്റൊരുത്തൻ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട്. അവനാണ് നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നത്, അവനാണ് നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നത്, അവനാണ് നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നത്, അവനാണ് നിങ്ങളെ സ്തുതിക്കാൻ പഠിപ്പിക്കുന്നത്, അവനാണ് സ്തോത്രം പറയാൻ പഠിപ്പിക്കുന്നത്, അവനാണ് പാട്ടുപാടാൻ പഠിപ്പിക്കുന്നത്, അവനാണ് എനിക്ക് നല്ലത് വരുമെന്ന് ഹൃദയത്തിൽ നിർണയം തരുന്നത്. ഞാനല്ല, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരുവനുണ്ട്, അവനാണ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ, ഒരാൾ നിങ്ങളുടെ ഹൃദയത്തോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാൽവരിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ജീവനുള്ള കർത്താവാണ്. എൻ്റെ നാവിൽ കൂടെ അവൻ പറയുന്നേ ഉള്ളൂ, പക്ഷേ അവൻ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മകളെ, നിനക്ക് ആശയ്ക്ക് വകയുണ്ട്, മകനെ നിനക്ക് ഭാവിയുണ്ട്, കുഞ്ഞെ നിനക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ കരുതുന്നുണ്ട്. ഒരൊറ്റ വാക്കിലൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 35-ാമത്തെ വാക്യം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങളുടെ കേൾക്കേണ്ടതല്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള ഉത്തരം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള കുഞ്ഞിനെ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട സൗഖ്യം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട കുടുംബസമാധാനം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട വീടും നിങ്ങൾക്ക് വേണ്ട ഉപജീവനവും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടതായ ആത്മാവിൻ്റെ ശുദ്ധീകരണം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. അവൻ സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കെല്ലാം വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്? യേശുവിൻ്റെ കയ്യിൽ ദൈവം കൊടുത്തു വിട്ടിട്ടുണ്ട്. അവൻ എൻ്റെ കയ്യിലേക്ക് അടുത്ത് വരുന്നുണ്ട്. ഞാൻ കൈ നീട്ടുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. സ്വർഗം കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആശയ്ക്ക് മറുപടി കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സബലീകരണം കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പാപമോചനം കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവരാജ്യം കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യാശ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, മുന്നോട്ട് പോകാനുള്ള പാത തെളിച്ചു വിടുന്നുണ്ട്. മകളെ, നിനക്കൊരു ഭാവിയുണ്ട് എന്നുള്ളതായ ആ ഉറപ്പ് ദൈവം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഉറപ്പുള്ളവർ, ദൈവമക്കളെ, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് മേടിക്കുക. പിതാവേ, നിന്റെ പുത്രനായ യേശുവിന് കൊടുത്തുവിട്ടത് എനിക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ മാത്രമേ കൊടുത്തു വിട്ടിട്ടുള്ളൂ. അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഏറ്റുവാങ്ങാം. അവൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാം. നല്ലൊരു ജീവിതം ഏറ്റുവാങ്ങാം. വിശുദ്ധി ഏറ്റുവാങ്ങാം. സമാധാനം ഏറ്റുവാങ്ങാം. ശുദ്ധീകരണം ഏറ്റുവാങ്ങാം. കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങാം. വിവാഹം ഏറ്റുവാങ്ങാം. വിദ്യാഭ്യാസം ഏറ്റുവാങ്ങാം. മാതാപിതാക്കന്മാരെ നോക്കാനുള്ള ആ സമർപ്പണം ഏറ്റുവാങ്ങാം. സമാധാന മരണത്തിനുള്ളതായ ആ ധൈര്യം ഏറ്റുവാങ്ങാം. ഹല്ലേലൂയ. സമാധാനത്തോടെ മരിക്കാനുള്ള ആത്മാവിൻ്റെ ധൈര്യം നമുക്ക് ഏറ്റുവാങ്ങാം. നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരുക്കം നമുക്ക് ഏറ്റുവാങ്ങാം. ഒന്നുറങ്ങാനുള്ള കഴിവ് കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് ഏറ്റുവാങ്ങാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. നിൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ നീ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവരുടെ ബലഹീന കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കണം ഈ കർത്താവേ. നിൻ്റെ മുറിവാർന്ന കരം കൊണ്ട് അവരുടെ ഈ ബലഹീനതയുള്ളതും കുറവുള്ളതും കുറ്റമുള്ളതുമായ ആ കൈകളിലേക്ക് വെച്ചു കൊടുക്കണമേ. മദ്യം പിടിച്ച കൈകളിലേക്ക്, ഭാര്യയെ തല്ലിയ കൈകളിലേക്ക്, ഭർത്താവിന് തറുതല പറഞ്ഞ ആ സഹോദരിമാരുടെ നാവിലേക്ക് നിൻ്റെ സ്തുതി ഒന്ന് പകർന്നു കൊടുക്കണമേ. ഹല്ലേലൂയ. ക്ഷമ ചോദിക്കാനുള്ളൊരു മനസ്സ് പകർന്നു കൊടുക്കണമേ. ഐക്യം പകർന്നു കൊടുക്കണമേ. സ്നേഹം പകർന്നു കൊടുക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് തരാനുള്ളത് തരണമേ കർത്താവേ. ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് തരണമേ കർത്താവേ. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ട ഐക്യം
ഐക്യം തരണമേ. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ട സ്നേഹം തരണമേ. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ട ഒരു മനസ്സ് തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് ഉത്തരം തരുമാറാകണമേ.